ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് വിയാഷ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് ഓരോ ഇലക്ഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തു വെക്കുന്ന മറ്റൊരു റിസൾട്ട് ഉണ്ട്. അതായത് എക്സിറ്റ് പോൾ സർവേ എന്ന് പറയും. അതായത് എക്സിറ്റ് പോൾ സർവേയിൽ എന്ത് പറയുന്നോ അത് തന്നെയായിരിക്കും ഇലക്ഷൻ റിസൾട്ട് എന്ന്. അതായത് ഇന്ത്യയിലെ ഏകദേശം 90% വോട്ടേഴ്സും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് പുതിയ വോട്ടേഴ്സിനെ ഒഴിച്ച് ബാക്കി പഴയ വോട്ടേഴ്സ് മാക്സിമം ആൾക്കാരും ഈ എക്സിറ്റ് പോൾ സർവേനെ വിചാരിച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും നീക്കുന്നതും അതുപോലെ തന്നെ അവർ അതിവിശ്വസിച്ചായിരിക്കും അവർ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വട്ടത്തെ ഇലക്ഷനിലും അങ്ങനെ തന്നെയായിരുന്നു. അതായത് എക്സിറ്റ് പോൾ സർവേ വന്നപ്പോൾ എല്ലാവരും തന്നെ ബിജെപിക്ക് വൻ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിറ്റ് പോൾ സർവേ വന്നതിന്റെ പിറ്റേ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം തന്നെ സ്കൈ റോക്കറ്റിലായിരുന്നു മേലെ കയറിയത്. അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അത് പ്രതീക്ഷിച്ചത്ര പോലെയല്ല. അതായത് എക്സിറ്റ് പോൾ സർവേ തെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ അതുപോലെ തന്നെ ദുർഗാട്ടി ഇങ്ങനെയുള്ള ഓപ്പോസിഷനിലുള്ള മാക്സിമം ആൾക്കാരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ എക്സിറ്റ് പോൾ സർവേ തന്നെ ഒരു സ്കാം ആണ്. അതായത് ഇതിന്റെ പിന്നിൽ അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ എക്സിറ്റ് പോൾ സർവേ തന്നെ പുറത്തു വിടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എക്സിറ്റ് പോൾ സർവേ എങ്ങനെയാണ് ഇവർ സർവേ എടുത്ത് ഇവർ പബ്ലിഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സിറ്റ് പോൾ സർവേ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും ഇവർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം മാത്രം, അതായത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു റിയാക്ഷൻ ഇട്ടോളൂ. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ചോദ്യത്തോട് നോക്കാം. അതായത് ഈ വട്ടത്തെ ഇലക്ഷന് മുമ്പ് എത്ര പേര് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു? അതായത് ജൂൺ 4 കയറും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തു? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇപ്പൊ നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫൈൻഡിങ്സ് നിന്ന് തുടങ്ങാം. അതായത് 2019 ലോഗിൻ നിധി എന്ന് പറയപ്പെടുന്ന ഒരു നാഷണൽ ഏജൻസി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ 35% ആൾക്കാർ വോട്ട് ചെയ്യുന്നത് പ്രെഡിക്റ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. ഈ 35% ഒന്നെങ്കിൽ ബിജെപിക്ക്, കോൺഗ്രസിന്, ആം ആദ്മി പാർട്ടിക്ക് അല്ലെങ്കിൽ CPM അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കും ഈ 35% ആൾക്കാരും വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതായത് എന്തെല്ലാം പൊളിറ്റിക്കൽ സിനാരിയോ വന്നാലും അതായത് എന്തെല്ലാം മാറി മറിഞ്ഞു കഴിഞ്ഞാലും ഈ 35% ആൾക്കാർ മാറ്റിക്കുത്തില്ല. ബാക്കിയുള്ള 65% ആൾക്കാരാണ് ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഇവര്. ബാക്കിയുള്ള 65%-ൽ അതിലും ഈ 43% ആൾക്കാരെ വോട്ട് ചെയ്യുന്നത് മാക്സിമം പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ വോട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അതായത് കൂടുതലും ആരാണോ ജയിക്കാൻ സാധ്യത അവർക്കായിരിക്കും ഇവർ കൂടുതലും കുത്താൻ സാധ്യത. അതായത് കുത്തും എന്നല്ല, അതായത് കൂടുതലും അവർക്കായിരിക്കും ഈ വോട്ട് ചെയ്യാൻ സാധ്യത എന്നാണ് പറയുന്നത് ഈ 43% ആൾക്കാര്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സിറ്റ് പോൾ സർവേ എല്ലാം പുറത്തു വിടുന്നതുകൊണ്ട് ഈ 43% ആൾക്കാരുടെ അതായത് വോട്ട് മാറിക്കുത്താനും അങ്ങനെ ഒരു പാർട്ടി ജയിക്കാനും സാധ്യത ഇല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് 43% വോട്ട് ഉണ്ടെങ്കിൽ ആ പാർട്ടി സിമ്പിൾ മെജോറിറ്റി തന്നെ കടന്നു വരാം. അപ്പോൾ അത്രമാത്രം വോട്ട് ഷെയർ ആണ് ഈ 43%. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ ബാൻ ചെയ്യേണ്ടത് എന്ന് പലരും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ 43% ആൾക്കാരുടെ ഇടയിലും ഇവർ എന്താ വ്യക്തി തീർക്കാൻ ശ്രമിക്കാന്ന് വെച്ചാൽ അത് ഞങ്ങളാണ് ജയിക്കാൻ പോകാന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ BJP പറഞ്ഞു 400 സീറ്റുകൾ അവർ വരാൻ പോവാന്ന്. അപ്പോൾ ഇതുകൊണ്ട് എന്തായിരിക്കും ഈ 43%-ൽ 1% ആൾക്കാർ എന്തായാലും ഈ BJPക്ക് വേണ്ടി ഈ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് കുത്തിക്കാണും എന്നാണ് പറയുന്നത്. അതായത് അത്രമാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് നമ്മുടെ നാട്ടിൽ 2 സ്ഥാനാർത്ഥികൾ നിൽക്കുക. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി അതായത് മേലെ വരാൻ പോകുന്ന പാർട്ടിയുടെ ആ ഒരു സ്ഥാനാർത്ഥി അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് BJP മേലെ വരുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുകയാണ്. ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ആയിരിക്കും. അപ്പോൾ ആ കോൺഗ്രസിലുള്ള സ്ഥാനാർത്ഥി എന്താ പറയും അത് മേലെ എന്തായാലും ഇവർക്ക് കിട്ടാൻ പോലുള്ള. അപ്പോൾ ഇവനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവന് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇവനെ ജയിപ്പിച്ചു വിടാം, മറ്റവനെ ജയിപ്പിച്ചു വിടാം എന്നുള്ളൊരു മെന്റാലിറ്റി മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഇപ്പോഴും മൈൻഡ് സെറ്റിലുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ 43%-ൽ 1% ഇങ്ങനെ വോട്ടുകൾ ലഭിക്കാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് പാർട്ടി ആൾക്കാർ എപ്പോഴും നമ്മളാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ആൾക്കാരുടെ ഇടയിൽ വരുത്തി തീർക്കാൻ വേണ്ടി അവർ ആദ്യം ശ്രമിക്കും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പാർട്ടിക്ക് ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജയിക്കാൻ പോകുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇലക്ഷന് മുമ്പ് തന്നെ ഈ ബിസിനസ് ആൾക്കാർ അതായത് വലിയ വലിയ കോർപ്പറേറ്റ് ആൾക്കാരെല്ലാം തന്നെ അതായത് സെർട്ടൻ എമൗണ്ട് ഈ ജയിക്കുന്ന പാർട്ടിക്കും തോൽക്കുന്ന പാർട്ടിക്കും കൊടുക്കും. പക്ഷേ ജയിക്കുന്ന പാർട്ടിക്ക് ഇച്ചിരി കൂടുതൽ എമൗണ്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് അതായത് ഈ കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയും കൂടെ അവർ പറയും അതായത് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും പറയുന്നത് അതായത് ഈ 65%-ൽ ഈ 43% ഇങ്ങനെ പോകുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഈ 63% ആൾക്കാരെയും ഈ എക്സിറ്റ് പോളും അതുപോലെ തന്നെ ഒപ്പീനിയൻ പോളെല്ലാം വരുന്നതുകൊണ്ട് ഇവർ ഇൻഫ്ലുവൻസ് ആവില്ലേ. അതായത് ഒപ്പീനിയൻ പോളിലൊക്കെ പറയുന്നു അതായത് BJP 543 സീറ്റിൽ 300 കിട്ടും, 350 കിട്ടും. അതുപോലെ തന്നെ ചില പോളിൽ പറയുന്നു കോൺഗ്രസിന് 350 കിട്ടും, 400 കിട്ടും. അങ്ങനെ ഇവർ രണ്ടും മാറി മാറി പറയുന്നു. അപ്പോൾ ഈ 65% ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ സാധ്യതയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാലഘട്ടം
കാലഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഒപ്പീനിയൻ പോളോ സർവേ പോളോ ഇങ്ങനെ ഒരു പോളുമില്ല. ആൾക്കാർ പോയി ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു, അവരത് ഇഷ്ടപ്പെടുന്നു, അവരത് സെലക്ട് ചെയ്ത് വരുന്നു, പിന്നെ വോട്ടിംഗ് റിസൾട്ടിലാണ് അവർ കാത്തു നിൽക്കുക. അതുവരെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് ബോധറാവുന്ന കാര്യമേ ഇല്ലായിരുന്നോ. അങ്ങനെ 1920കളിൽ ആ ഒരു സമയത്താണ് അമേരിക്കയിൽ ഇലക്ഷൻ സമയത്ത് ഈ ഒപ്പീനിയൻ പോളെല്ലാം തന്നെ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കുറെ മാത്തമാറ്റിക്കൽ ഫൈൻഡിങ്സ് എല്ലാം വെച്ച് തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് ഒന്നോ രണ്ടോ ഇലക്ഷനിലെല്ലാം തന്നെ ഇദ്ദേഹം സക്സസ്ഫുൾ ആയി മെല്ലെ മെല്ലെ പ്രെഡിക്റ്റ് ആവുമ്പോൾ ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1936 ഇലക്ഷനിൽ ഈ ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞു, അതായത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പോകുന്നത്, അതും ഇത്ര ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് മുൻപേ പറയുന്നു, അതായത് റിസൾട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ, അതായത് ആൾക്കാരെല്ലാം തന്നെ റിസൾട്ടിനെ എക്സ്പെക്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കണക്കും അതുപോലെ തന്നെ റിസൾട്ടും ഏകദേശം ഒരേപോലെ വന്നു. അപ്പോൾ ആൾക്കാർക്കെല്ലാം തന്നെ ഇതിൽ കൂടുതൽ വിശ്വാസം വരാൻ തുടങ്ങി. ആൾക്കാരെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ഇത് കണ്ടുപിടിച്ചത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം വരുന്നു. അങ്ങനെയാണ് ഈ കാര്യം, അതായത് ഈ ഇലക്ഷന് മുമ്പുള്ള ഒപ്പീനിയൻ പോലും അതുപോലെ തന്നെ എക്സിറ്റ് പോളെല്ലാം തന്നെ മെല്ലെ മെല്ലെ മറ്റു രാജ്യത്തോട്ടും ഇത് മെല്ലെ മെല്ലെ കയറി വരാൻ തുടങ്ങിയത്. അതായത് 1979ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒപ്പീനിയൻ പോൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതായത് വലിയ വലിയ ഏജൻസി എല്ലാം പോയി ആൾക്കാരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ച്, അതായത് ഗവൺമെന്റ് എങ്ങനെയാണ് ഭരിക്കുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായ കുറെ ചോദ്യമെല്ലാം ചോദിച്ച്, അതായത് ഇന്ന പാർട്ടി ആയിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു അസംഷനിലോട്ട് വരുന്നത്. പിന്നെ 1980ലാണ് ഈ എക്സിറ്റ് പോൾ സർവേ തന്നെ വരുന്നത്. അപ്പോൾ ഇതിന് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും, അത് നമ്മൾ നോക്കാം. അപ്പോൾ ഈ ഒപ്പീനിയൻ പോളിനും അതുപോലെ തന്നെ എക്സിറ്റ് പോളിനും എന്താ ഡിഫറൻസ് എന്ന് പലർക്കും സംശയം തോന്നും. ഈ ഒപ്പീനിയൻ പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഇലക്ഷന് മുമ്പ് നടത്തുന്ന ഒരു പോളാണ്. അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ഈ എക്സിറ്റ് പോൾ നടത്തും. പക്ഷേ ഈ ഒപ്പീനിയൻ പോളിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒപ്പീനിയൻ പോൾ ഇലക്ഷന് മുമ്പ് നടക്കുകയാണ്. അപ്പോൾ ഓരോ ന്യൂസ് ഏജൻസിയും അതുപോലെ തന്നെ ആൾക്കാരെല്ലാം തന്നെ ഈ പോളിംഗ് ഏജൻസി എല്ലാം പോയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, അതായത് നിങ്ങൾക്ക് ഈ താല്പര്യമുണ്ടോ, അതായത് ഇന്ന സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഓരോ ഒപ്പീനിയൻ ചോദിക്കും. അപ്പോൾ ആൾക്കാരെല്ലാം തന്നെ എനിക്ക് ഇവരെ വോട്ട് ചെയ്യാനാണ് താല്പര്യം, അതുപോലെ തന്നെ ഞാൻ ഇവർക്കാണ് വോട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അസംഷൻ പറയും. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ ഇന്ന ആൾക്കാണ് കൊടുക്കുന്നത്, എന്നാൽ അവർ മറ്റൊരാൾക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ കൂടുതൽ ഒപ്പീനിയൻ ആർക്കാണോ കിട്ടുന്നത് അവരെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട്, അതായത് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവർ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ ഒപ്പീനിയൻ പോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏപ്രിൽ 19 തീയതിയാണ് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 2 ദിവസം മുമ്പ് തന്നെ 48 മണിക്കൂറിന് മുമ്പ് തന്നെ ഈ ഒപ്പീനിയൻ പോളെല്ലാം തന്നെ ഇന്ത്യയിൽ അത് പബ്ലിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ നിയമത്തിനെ കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഇനി എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഓരോ ഫേസസ്, ഈ വട്ടം ഇലക്ഷൻ ഏകദേശം 7 ഫേസസ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ ഈ 7 ഫേസസിൽ നടന്ന ഓരോ ആൾക്കാരും വോട്ട് ചെയ്ത ആർക്കാന്നുള്ള അറിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് ഒപ്പീനിയൻ വാങ്ങിയതിനു ശേഷമാണ് ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം അക്യൂറേറ്റ് ആയിരിക്കും. അതായത് ഒപ്പീനിയൻ പോൾ പോലെയല്ല, അത് ഒപ്പീനിയൻ പോൾ കഴിഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ നടക്കാം. അതുകൊണ്ട് ഈ വോട്ട് പിന്നീട് അതായത് ലാസ്റ്റ് അരമണിക്കൂർ കൊണ്ടും മാറാം. പക്ഷേ ഈ എക്സിറ്റ് പോൾ എന്താണ്, വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ പോൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഏകദേശം അക്യൂറേറ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്ന മാത്രമല്ല കേട്ടോ. 1984 ഇലക്ഷൻ നടക്കുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ച ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഈ എക്സിറ്റ് പോൾ പറഞ്ഞു, അതായത് കോൺഗ്രസ് മാത്രം ഏകദേശം 400ലും അധികം സീറ്റുകൾ പിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ്, അതായത് 2 ഘട്ടമായിട്ട് ഇലക്ഷൻ നടന്നിരുന്നു. അതായത് ആദ്യത്തെ ഡിക്ലെയർ ചെയ്തിട്ടാണ് പിന്നീട് ഇലക്ഷൻ നടന്നത്. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ 400ലും അധികം സീറ്റ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർക്കെല്ലാം തന്നെ ഈ എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്ന ഇവരുമായിട്ട് കൂടുതൽ വിശ്വാസം തുടങ്ങി. അങ്ങനെ എല്ലാവരും തന്നെ, അതായത് ഈ ഇലക്ഷൻ റിസൾട്ടിനെ കാട്ടിലും കൂടുതലും എല്ലാവരും കാത്തുകൊണ്ടിരുന്നത് ഈ എക്സിറ്റ് പോൾ സർവേ കേൾക്കാനായിരുന്നു, അത് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. അങ്ങനെ ആൾക്കാർക്കെല്ലാം തന്നെ ഈ എക്സിറ്റ് പോൾ ഒരു അഡിക്റ്റഡ് ആയി മാറിക്കൊണ്ടേ ഇരുന്നു. അപ്പോൾ ഈ എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളെല്ലാം തന്നെ ഈ പിന്നീട് പാർട്ടികൾ, അതായത് രാഷ്ട്രീയ പാർട്ടികളും എടുക്കാൻ തുടങ്ങി. ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഞാൻ ഒരു പാർട്ടി റൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരു പാർട്ടി റൺ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന സ്ഥാനാർത്ഥി ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർ ജയിക്കുമോ ഇല്ലയോ എന്ന് ഈ പാർട്ടിക്ക് മുൻപേ അറിയുകയാണെങ്കിൽ ആ പാർട്ടിക്ക് അത് മുൻപേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പാർട്ടിയും ഓൾറെഡി തന്നെ, അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ഇവരും അതായത് ഈ പാർട്ടികളെല്ലാം തന്നെ ഇങ്ങനെ ഒപ്പീനിയൻ പോലെ അവരും സ്വന്തമായിട്ട് ഏജൻസി എല്ലാം വെച്ച് അവരും എടുക്കാറുണ്ട്. ഇത് പതിവാണ്. അപ്പോൾ ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ഈ പാർട്ടിന്റെ അതായത് സ്ഥാനാർത്ഥി സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഊർജിതമായി വർക്ക് ചെയ്യും. അതിനനുസരിച്ച് അവിടെ വോട്ട് ആർക്കാണോ കൂടുതൽ അവർക്ക് കൂടുതലും, അതായത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉള്ള കാര്യങ്ങളെല്ലാം അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരുടെ വോട്ട് മൊത്തം ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വരാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിക്കും.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് 1996-95 കാലഘട്ടങ്ങളിലായപ്പോൾ തന്നെ ഈ എക്സിറ്റ് പോൾ സർവേയും അതുപോലെ തന്നെ ഒപ്പീനിയൻ പോളും എല്ലാം കാരണം തന്നെ അതായത് പാർട്ടികൾക്ക് കൂടുതലും അനുകൂലമാണ്, അതുകൊണ്ട് ഈ വോട്ടെല്ലാം തന്നെ ഒരു പാർട്ടിക്ക് പോകുക എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളും ഒരു വിമർശനം വെക്കുന്നു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷണറുടെ അടുത്ത് പറയുന്നു അതായത് ഇതെല്ലാം തന്നെ ബാൻ ചെയ്യണമെന്ന്. 96 ഇലക്ഷൻ വരുന്നു, ആ വട്ടവും ഈ എക്സിറ്റ് പോൾ സർവേ പുറത്തു വരുന്നു. അപ്പോൾ എക്സിറ്റ് പോൾ സർവേ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതായത് ആ വട്ടം പറഞ്ഞതും എക്സിറ്റ് പോൾ സർവേ കൃത്യമായിട്ടാണ് അതായത് പ്രെഡിക്റ്റ് ചെയ്തത്. അതായത് ആ വട്ടം അവർ പറഞ്ഞു അതായത് ബിഗ് ഗവൺമെന്റ് ആയിരിക്കും വരാൻ പോകുന്നത്, അതായത് ആർക്കും തന്നെ ഒരു മെജോറിറ്റി കിട്ടാൻ പോകുന്നില്ല എന്ന് അവർ പറഞ്ഞു. അതേപോലെ തന്നെ 1996 ഇലക്ഷനിൽ ആർക്കും തന്നെ മെജോറിറ്റി കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ആൾക്കാരുടെ ഇടയിൽ കൂടുതലും വിശ്വാസം വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാരെല്ലാം തന്നെ അതായത് എക്സിറ്റ് പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ എത്താൻ തുടങ്ങി. അങ്ങനെ ഒരു അസംപ്ഷൻ വരാൻ തുടങ്ങി. ഇതുകൊണ്ട് കൂടുതൽ വോട്ടും ഒരു പാർട്ടിയിലോട്ട് വരാൻ സാധ്യതയുണ്ട്, അതായത് ഈ ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും ഒരു പാർട്ടിയിലോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇലക്ഷൻ കമ്മീഷണറും ഇതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ 1996 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നീട് ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ത്രിപുര അതുപോലെ തന്നെ മേഘാലയ എന്ന് പറയപ്പെടുന്ന ഈ അസംബ്ലി ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ 324 ആർട്ടിക്കൽ 324 പ്രകാരം അതായത് ഇന്ത്യയിലെ മീഡിയസിനെല്ലാം തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് വരുത്തുന്നു. അതായത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ ഒപ്പീനിയൻ പോളൊന്നും ടി വിയിലിട്ട് കാണിക്കരുതെന്ന്. അതായത് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ വോട്ട് ചെയ്ത് വരുമ്പോഴും നമുക്ക് ആ ടി വിയിൽ ഇവരായിരിക്കും ജയിക്കാൻ പോകുന്ന ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ വട്ടം പറയുന്നു അതായത് ഇനി അങ്ങനെ ഇടരുത്, അതായത് വോട്ടിംഗ് നടക്കുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നിർത്തിയിരിക്കണം. അതിനുശേഷം വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമോ അതായത് എല്ലാ ഫേസ് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമോ ഇത് വീണ്ടും പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ചാനലുകൾക്കെല്ലാം തന്നെ TRP കുറയുന്നു, അതായത് ആൾക്കാരെല്ലാം തന്നെ ഇത് കാണാതാവാൻ തുടങ്ങി. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ചാനലിന് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. അങ്ങനെ ആ വട്ടത്തെ ഇലക്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് പോയി, അതായത് ഇലക്ഷൻ കമ്മീഷണർക്ക് ആ വട്ടത്തെ ഇലക്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റി. പിന്നീട് 1999 ലോക്സഭ ഇലക്ഷൻ വന്നപ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെ അതായത് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞു അതായത് 48 മണിക്കൂർ വരെയോ നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷെ അത്തവണ പല മീഡിയസും അതായത് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിട്ട് പോലും മീഡിയസ് എല്ലാം പറയുന്നു അതായത് ഇത് നമുക്ക് കുറേയും നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിതൊന്നും കാര്യമാക്കാതെ വീണ്ടും അത് പബ്ലിഷ് ചെയ്യുന്നു. പക്ഷെ ഈ വട്ടം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഇലക്ഷൻ കമ്മീഷണർ കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. അതായത് ഞങ്ങൾ പറഞ്ഞിട്ടും അവർ കേൾക്കാതെയാണ് ഈ ന്യൂസ് ചാനലിലെല്ലാം തന്നെ ഇത് പബ്ലിഷ് ചെയ്തതെന്ന്. അങ്ങനെ ന്യൂസ് ചാനലും അതുപോലെ തന്നെ കോടതിയിൽ ഈ കേസ് കടത്തിയിട്ട് കോടതി അവസാനം പറയുന്നു അതായത് ഇവരെ പബ്ലിഷ് ചെയ്യരുത് എന്ന് പറയാനുള്ള നിയമമൊന്നും തന്നെ ഇന്ത്യയിൽ ഇല്ല, അത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണർക്ക് അത് വലിയൊരു ബാക്ക് ഫയർ ആയി മാറി. ഇലക്ഷൻ കമ്മീഷണർ ആ ഒരു കേസിൽ തോൽക്കുകയായിരുന്നു സംഭവിച്ചത്. ഇലക്ഷൻ കമ്മീഷണർക്ക് ഈ ഒരു കാര്യത്തിലൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല, അതായത് ഇങ്ങനെയുള്ള ഗൈഡ്ലൈൻസ് കൊടുക്കാൻ പാടില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞെങ്കിലും അപ്പോൾ ആ സമയത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ മിനിസ്റ്ററിന്റെ അടുത്തോട്ട് പോകുന്നു, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ പോയിട്ട് ഇതിലൊരു തിരുത്തം കൊണ്ടുവരണം എന്ന് പറയുന്നു. അതായത് എന്തെങ്കിലും ഒരു തിരുത്തം കൊണ്ടുവരണം എന്ന് അവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഇലക്ഷനെ ബാധിക്കുന്നു, ഇലക്ഷൻ മര്യാദയ്ക്ക് അതായത് ഇൻഡിപെൻഡന്റ് ആയി നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ആ ഒരു സമയത്താണ് ഇതിലൊരു തിരുത്തം കൊണ്ടുവരുന്നത്. അതായത് പീപ്പിൾ റെപ്രസെന്റേഷൻ ലോ എന്ന് പറയുന്ന ആ ഒരു നിയമം തിരുത്തി അതായത് 126 പ്രകാരം അത് തിരുത്തിയിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഈ വട്ടം അതായത് ഇലക്ഷന് മുമ്പ് ഈ പോൾ നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സർവേ നടത്താനോ എക്സിറ്റ് പോൾ എല്ലാം നടത്തുകയാണെങ്കിൽ ആദ്യം തന്നെ അത് ഇലക്ഷൻ കമ്മീഷനിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഇലക്ഷൻ കമ്മീഷണർ ഇത് മൊത്തം പരിഗണിക്കും. അതായത് ഇവരെങ്ങനെയൊക്കെയാണ് സർവേ നടക്കുന്നത്, എന്തെല്ലാം സർവേ ആണ് എടുക്കുന്നത്, ആൾക്കാരുടെ അടുത്ത് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്, ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷണർ അടുത്ത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഇലക്ഷൻ കമ്മീഷണർ അപ്രൂവ് ചെയ്യുന്ന ഏജൻസികൾക്ക് മാത്രമോ അത്തവണ അതായത് ഒപ്പീനിയൻ പോളും അതുപോലെ തന്നെ എക്സിറ്റ് പോളും എടുക്കാൻ അനുവാദം ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിയമം തിരുത്തി എഴുതുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവർ വീണ്ടും തിരുത്തി എഴുതുന്നു അതായത് ഈ ന്യൂസ് ചാനലിനെല്ലാം തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റിയത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 പോളാണ് ഇലക്ഷനിൽ നടക്കുന്നത്, ഒന്ന് ഒപ്പീനിയൻ പോളും ഒന്ന് എക്സിറ്റ് പോളും. ഈ ഒപ്പീനിയൻ പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതായത് 48 മണിക്കൂറിന് മുമ്പ് വരെ നിങ്ങൾക്ക് ഒപ്പീനിയൻ പോൾ ഡിക്ലെയർ ചെയ്യാം. അതായത് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ആരാണ് ജയിക്കാൻ പോകുന്നത്, ആർക്കാണ് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ 48 മണിക്കൂർ ആകുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 48 മണിക്കൂറിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പാർട്ടിക്കും അതുപോലെ തന്നെ അതായത് പാർട്ടി ആൾക്കാരും ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂസ് ചാനൽ ഏജൻസി എല്ലാം തന്നെ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് എടുത്ത് കളയും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ എക്സിറ്റ് പോൾ നടത്തുന്ന ഇവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഈ വട്ടത്തെ ഇലക്ഷൻ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 7 ഫേസസ് ആയിട്ടാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഈ 7 ഫേസസും കഴിഞ്ഞ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫേസ് ഇലക്ഷൻ നടന്ന് ലാസ്റ്റത്തെ ഫേസ് 7ാമത്തെ ഫേസ് നടക്കുകയാണ്. ആ ഒരു ഫേസ് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം ഒരു 5:30-6 മണി വരെ ഇലക്ഷൻ നടക്കുന്നതെന്ന് വെക്കുക, അതായത് 6 മണി വരെ ഇലക്ഷൻ നടക്കുന്നതെന്ന് വെക്കുക.
അതും കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമോ അവരവിടെ ഇത് എക്സിറ്റ് പോളിന്റെ സർവേ അവർ പുറത്തു വിടാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷണർ ഇങ്ങനെ തീരുമാനിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് എക്സിറ്റ് പോൾ സർവേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് അവര് 1984 ആ ഒരു ഇലക്ഷൻ ആയിക്കോട്ടെ, 96 ഇലക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മാക്സിമം ഇലക്ഷനിലും ഈ എക്സിറ്റ് പോൾ പറഞ്ഞത് തന്നെയായിരുന്നു അത് വന്നത്. അതായത് അവർ അക്യൂറേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം അതായത് ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് അത്രമാത്രം വലിയ സീരിയസ് ആയ ഇഷ്യൂ അല്ല. പക്ഷേ എക്സിറ്റ് പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഒപ്പീനിയൻ പോൾ കഴിഞ്ഞിട്ടും ആൾക്കാരുടെ ഈ വോട്ട് ചെയ്യുന്ന ടെൻഡൻസി മാറാം. അതായത് ഇപ്പോൾ ഒരു മാസം മുമ്പായിരിക്കും ഒപ്പീനിയൻ പോൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് ഇന്ന പാർട്ടിയുടെ ആൾക്കാരെല്ലാം തന്നെ നമുക്കെതിരെ ഇങ്ങനെ ചെയ്തു ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പോസിഷൻ പാർട്ടി വന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറയുമ്പോൾ നമ്മളും ശരിയാന്ന് പറഞ്ഞ് നമ്മുടെ വോട്ട് മാറ്റി കുത്താനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ എക്സിറ്റ് പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പോൾ എടുക്കുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കൂടുതലും അക്യൂറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ഷന് മുമ്പ് അതായത് ഫസ്റ്റ് ഇലക്ഷൻ അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞിട്ട് ഇത് തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് എക്സിറ്റ് പോൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിലോട്ടും അത് ബാധിക്കും എന്ന് ഇലക്ഷൻ കമ്മീഷണർ ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അവരിത് അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞു, അതായത് നിങ്ങൾ എന്തെല്ലാം ഡേറ്റയാണ് കളക്ട് ചെയ്തത്, സാമ്പിൾസ്, അതുപോലെ തന്നെ ആൾക്കാരുടെ അടുത്ത് നിന്ന് എങ്ങനെ ഡേറ്റയാണ് കളക്ട് ചെയ്തത്, റോ ഡേറ്റ, ഇതെല്ലാം തന്നെ ഫുള്ളായിട്ടും കളക്ട് ചെയ്തിട്ട് അത് ന്യൂസ് ചാനലിലൂടെ ആൾക്കാരെ അറിയിക്കണമെന്ന്. അതായത് എങ്ങനെയാണ് എക്സിറ്റ് പോൾ സർവേ കളക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ന്യൂസ് ചാനലിലൂടെ അറിയിക്കണം. ഇതൊരു ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ഇത്രമാത്രം നിയമം കൊണ്ടുവന്നിട്ടും NDTVയും അതുപോലെ തന്നെ അതിൽ വർക്കറായിരുന്ന പ്രണവ് റോയ് എന്ന് പറയപ്പെടുന്ന അവർ വീണ്ടും ഈ എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളും വീണ്ടും ഇലക്ഷന് മുമ്പ് തന്നെ അവർ പറയുന്നു. അപ്പോൾ ആ വട്ടം ഇത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ 2013 ആയി കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ കുറെ പാർട്ടികളെല്ലാം പറയുന്നു അതായത് ഇങ്ങനെ ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോൾ എല്ലാം കാരണം ഈ ഇലക്ഷൻ വീണ്ടും അഫക്റ്റ് ആവുന്നുണ്ട്, അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്തേക്ക് എന്ന് പറയുന്നു. പക്ഷേ ആ വട്ടം BJP പാർട്ടിയും അതുപോലെ തന്നെ ആ വട്ടം ഭരിച്ചുകൊണ്ടിരുന്ന ലോ മിനിസ്ട്രി ഉണ്ടായിരുന്ന അവരും തന്നെ അതായത് ഈ പോൾ ബാൻ ചെയ്യൊന്നും വേണ്ട, ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞത്. ആ വട്ടം അവർ ബാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതായത് 2000 കാലഘട്ടങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് ഇത്രമാത്രം സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ ഈ എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളെല്ലാം തന്നെ ആദ്യം പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ ആ വട്ടം അതായത് TV കാണിച്ചില്ലെങ്കിൽ അത് വേറെ ആർക്കും കാണില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതായത് ഈ 24 മണിക്കൂറല്ല 48 മണിക്കൂറല്ല, അതായത് നിങ്ങൾ വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ വോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാലും ഒപ്പീനിയൻ പോൾ ഈ ട്വിറ്ററിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അത് ആൾക്കാർക്ക് എപ്പോൾ വേണേലും കാണാവുന്നതുമാണ്. ഇത് 2019 ഇലക്ഷനിൽ അതായത് ഈ ഒപ്പീനിയൻ പോളെല്ലാം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അതായത് ഇലക്ഷൻ കമ്മീഷണർ അതായത് ട്വിറ്ററിലോട്ട് ഒരു ലെറ്റർ അയക്കുന്നു, അതായത് ഇത് മൊത്തം ടേക്ക് ഡൗൺ ചെയ്യണമെന്ന്. പക്ഷേ ആ വട്ടം അത്രമാത്രം സക്സസ്ഫുൾ ആയില്ല എന്ന് പറയുന്ന ഒരു വിമർശനവുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ എക്സിറ്റ് പോൾ എല്ലാം തന്നെ TV മാത്രമാണ് ബാൻ ചെയ്യുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇന്നും ഇതിനൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല, അതായത് കൃത്യമായ റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സിറ്റ് പോൾ സർവേ എല്ലാം എടുക്കുന്ന ഏജൻസി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ചാണക്യ അതുപോലെ തന്നെ ആക്സിസ് എന്ന് പറയുന്ന ഈ 2 കമ്പനികളാണ്. അപ്പോൾ ഈ 2 കമ്പനികൾ ഈ ചാണക്യ എന്ന് പറയപ്പെടുന്ന ഇവർ എക്സിറ്റ് പോൾ എടുത്തതിൽ 4 വട്ടം ഇവർ പറഞ്ഞത് തന്നെയാണ് ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ആക്സിസ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഇവരെടുത്ത സർവേയിൽ ഏകദേശം 10 തവണ അവർ പറഞ്ഞത് തന്നെയാണ് ആ ഒരു ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇവർ രണ്ടും മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ എക്സിറ്റ് പോൾ സർവേയിൽ അവർ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെടുത്തതും തെറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് എക്സിറ്റ് പോൾ സർവേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് 20% വളർന്നത്. അതായത് അദാനിന്റെ സ്റ്റോക്ക് എല്ലാം ഒരു ദിവസം കൊണ്ട് 16% വളർന്നു. പക്ഷേ ആ എക്സിറ്റ് പോൾ സർവേ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് ഇലക്ഷൻ ഡിക്ലെയർ ജൂൺ 4 വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 26 ലക്ഷം കോടി രൂപയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടത്. അതായത് 26 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തവരുടെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദാനിന്റെ സ്റ്റോക്ക് എല്ലാം തന്നെ 16% കയറിയെങ്കിൽ വീണ്ടും 20% അത് ഇടിഞ്ഞു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വൻ നഷ്ടമാണ് ആ വട്ടം അതായത് ഈ വട്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നാണ് പലരും പറയുന്നത് അതായത് ഇതൊരു സ്കാം ആണ്, ഉള്ള കാര്യങ്ങളെല്ലാം തിരുത്തണമെന്ന്. അപ്പോൾ ഇതിനെ തുടർന്ന് അതായത് എക്സിറ്റ് പോളും അതുപോലെ തന്നെ ഈ പോളെല്ലാം തന്നെ നിർത്തണം എന്ന് പലരും ആവശ്യപ്പെട്ടു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും അതായത് സർജ് ചെയ്തു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതായത് ഇലക്ഷൻ കമ്മീഷണർ ഇനിയും തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് എക്സിറ്റ് പോൾ സർവേ എല്ലാം പുറത്ത് വിട്ട് കഴിഞ്ഞാലും അതിന് മുമ്പ് തന്നെ ഈ ട്വിറ്റർ പോലെ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷണർ കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വീണ്ടും അവർ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതായത് കോപ്പിറൈറ്റ് ആയിട്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അവർക്ക് കേസ് എടുക്കാനും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് അതായത് 1% ആൾക്കാർ എന്തായാലും ഈ ഒരു ഇലക്ഷനിൽ ഇങ്ങനെ ഉള്ള പോൾ കാരണം അവർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് സെബി ഇതിനൊരു കൃത്യമായ അന്വേഷണം വേണം എന്നാണ് പലരും പറയുന്നത്. അതായത് ഒന്നെങ്കിൽ അതായത് ഈ ഇലക്ഷൻ സമയത്ത് അതായത്
അതായത് എക്സിറ്റ് പോൾ അതായത് ഫേസ് കഴിയുന്ന ആ ഒരു സമയത്ത് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതായത് ഈ എക്സിറ്റ് പോൾ സർവേ ഒന്നെങ്കിൽ ബാൻ ചെയ്യുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണം. കാരണം ആൾക്കാരെല്ലാം തന്നെ ഈ എക്സിറ്റ് പോൾ സർവേനെ പ്രതീക്ഷിച്ച് ഈ വട്ടവും വീടും പറമ്പും വിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടവരുണ്ട്. പക്ഷേ ആ ഒരു ദിവസം കൊണ്ട് അതായത് ഡെലിവറി ഒക്കെ ആണെങ്കിൽ അവർക്ക് പിറ്റേ ദിവസം തന്നെ റിക്കവർ ചെയ്ത് വരാം. പക്ഷേ ഇൻട്രാഡേ ട്രേഡെല്ലാം എടുക്കുന്നവർക്ക് ഒറ്റ ദിവസം തന്നെ അവരുടെ വീടും പറമ്പെല്ലാം പോകുന്നുള്ള സാഹചര്യം കൊണ്ട് കുറേ പേരെ സൂസൈഡ് ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഓൺലൈൻ തുടങ്ങിയ മീഡിയ എല്ലാം തന്നെ അതായത് ആദ്യം ഇങ്ങനെയുള്ള തീരുമാനം കൊണ്ടുവന്നപ്പോൾ അവിടെ അതായത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതായത് ഇലക്ഷൻ കമ്മീഷണർ അത് പരിഗണിക്കണം എന്നാണ് എല്ലാ പാർട്ടികളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷണർ ഒരു തീരുമാനം കൊണ്ടുവരും എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിലെന്താണ്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ഫ്രം അശ്വിൻ.